സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിന മുന്നമേ കണ്ട വിശ്വശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമാണ്. ഒന്നും ചെന്നു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നിന്നെത്തും ജനങ്ങൾക്കു ഒന്നു കൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തീരാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൽ ഒന്നായൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോ മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ നിഷ്ക്രമകർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നുകൊണ്ടും തടയ്ക്കുന്നു ജീവനെ ഒന്നിച്ചങ്ങനയൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ വേദങ്ങൾ രണ്ടിമാരും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ വിശ്രമകർമ്മവും ബ്രഹ്മവാദിയായി ചേരുമ്പോഴും കർമ്മവന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാദ്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിനുമെടുതല്ല നിർണയം ദീപാലന്മാരും അവണ്ണ ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പോകും പുറപ്പെടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ
ഒടുങ്ങിയിടുമതൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തന്റെ തന്നേത് അല്ലിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ട് ഇട്ടുമെന്നു പറയും ഗണത്തിനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കർമ്മങ്ങൾക്കു വിടഭൂമിയാകിയ ജന്മദേശ വിഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാതിർണയം ഭക്തമാകുന്നു ശൂരനും സകലായ വിജയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ വിശ്വനാഥന്റെ മൂലം പ്രകൃതിയ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി അവനീതല പാലനത്തിന്നോ അവതാരങ്ങളും പലതൊക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം 14 ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ലവ
अच्युतानंद गोविंद माधव सच्चिदानंद नारायण एत्र जन्मं प्रयासപ്പെട്ടി ഫലം അർത്ഥവന്നു വീരന്നോ സുഖവതാൻ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം അടിച്ചു നടന്നതും എത്ര ജന്മം വേദങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം തെളിച്ചു ഭക്തജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിരുന്നു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി 10 പന്നിയാണ്ടുണ്ണിയായിട്ടുപോയി തന്നെ താനഭിമാനിച്ചു പിന്നിടും തന്നെ താനറിയാതെ കഴിയുന്നു നിത്യകാലമിരിക്കുന്നു സത്യമോഹമുഖേതുമൊന്നില്ലല്ലോ നീക്കോട പോലെയുള്ളൊരു ദേഹത്തിൽ വീർക്കു മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാതെ പാടുപെടും നേരം ഏറ്റുപോകുമതെന്നെ പറയാമോ അത്രമാത്രമിരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ലാതിരുന്നാം കൃഷ്ണ 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 ഗോവിന്ദ നാരായണ अच्युतानंद गोविंद माधव सच्चिदानंद नारायण മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതിയിട്ടു നടക്കും ഓലങ്ങളിൽ സേവകരായിട്ട് ഓലം കെട്ടി നേടിയും ശാന്തി ചെയ്തു സന്ധ്യയോളം നടക്കും നീരോചിത അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കും നീരാജിത സ്വപ്നത്തിൽ പോലും കാണും നീരാജിത സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ കുത്തിക്കും പന്നികൾ മാറി കാണുന്ന നേരത്ത് പറയും നീരോചിത നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ മണ്ണം പൂവെന്നും ചില രാമണ്യം കൊണ്ടു ചിന്തിച്ചു ബ്രഹ്മാവും ചില അർത്ഥാശക്തിയോ വിരോധോ പ്രേരിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യും നീരോചിത സ്വർണ്ണങ്ങൾ കച്ചവടം ചെയ്തും ഗംഗളതുകൊണ്ടും അത്രയും നല്ല പൃഥ്വിയും കേട്ടു ധൂർത്തരായപ്പോഴും അർത്ഥത്തെ ബോധിച്ചെത്ര നശിക്കുന്നു അർത്ഥമെത്ര മനസ്സിനൊരു കാലം 10 കിട്ടുകിൽ 100 മതിയെന്നു സഹമതി സഹസമ്മതി 1000 പണം ആയുധമായി
ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമണിഞ്ഞ് എറിയാതെ കരേറുന്നു നേരം വസ്ത്രമതുപോലും കൊണ്ടുപോവാനൊരു വിശ്വാസപാതകത്തെ കഴിഞ്ഞു വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ജീവനോ സത്തുകൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ പോലെ കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൃഷ്ണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ നാരായണ േറുന്നു മോഹം വന്നു ഓണം കഴിഞ്ഞു വിഷുവൻ കോണിക്കൽ തന്നെ പാവം ശിവ മിത്ര പറഞ്ഞു വിശേഷിക്കും കർമ്മത്തിന്റെ പലതും കഴിഞ്ഞെന്നതും കാലമിങ്ങു കലിയുഗമായതും അതിൽ വന്നു പോയ പ്രകാരം ആയുസിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയിൽ ഇന്നു നാമസംഗീതനതും ഇനിയുള്ള മരക ഭയങ്ങളും ഇന്നു എന്നും നിരൂപണമൊക്കെ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു മാതൃക അർത്ഥമോ ഗുരു സാധമിരിക്കവേ അർത്ഥത്തിനു ബോധിക്കുന്ന മധ്യാനാട്ട പ്രകാശമിരിക്കവേ കട്ടുകത്തെയോ മാനിച്ചു കൊള്ളിച്ചു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ നമോ മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ വിശ്വനാഥം പിതാവും നമുക്കലാ വിശ്വനാഥി ചരാചരമാനം അച്ഛനും പൂർണ്ണ
ഉള്ള നാളൊക്കെയും പിച്ചാനം നല്ലൊരന്നവുമുണ്ടല്ലോ പറ്റിച്ചിടുക തന്നെ പണിയുള്ളൂ. കൃഷ്ണ കൃഷ്ണ നാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ നാരായണ ഭക്തി കൊണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളം ഇവനും ശ്രദ്ധയോടെ വസിക്കണം ഇവനും കാണാൻ സ്തുതിക്കണം പരിശാസു പരിപ്ലൂതനായിട്ട് പരുഷാദികളൊക്കെ വീണു നാമിക്കണം ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം പാരി ശേഷമൊഴിക്കും തിരിച്ചിടുന്ന കർമ്മമൊടുക്കുമ്പോൾ പഠിച്ചിടുന്ന വേഗമോലെടുത്ത് കൊതിച്ചിടുന്ന ജീവനു അപ്പോഴേ ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുവാൻ മാത്രമായില്ല എന്നതു കൊണ്ടേ പരിതാപം മനസ്സിൽ മഹാത്മ്യം കേട്ടാലും ജാതി പാർട്ടിയിലൊരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവു കൂടാതെ മൊഴിച്ചുള്ള മനുഷ്യൻ എന്ന മറ്റ തിരുനാമമുള്ളതിൽ ഒരിക്കലൊരു സ്വസ്ഥനായി അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരു തത്തു വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലും തങ്ങളുടെ നാളുകൊണ്ടേതു ചൊല്ലിയെന്നാകിലും അതു വല്ലൊരു നേരമൊരു ദിനം ചെവിക്കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാവല്യപോലെ വന്നു ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യം താനും പറഞ്ഞിരു നാദരായണൻ താനും അരുചിരു ഗീതയും ിലും
കഴിഞ്ഞു ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് ശരണം നമസ്മി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ശാന്തി 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 ഹരി ഓം തത്സത് ഓം